ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ചൂട് കൂടുതലാണല്ലേ? അപ്പോൾ അതിനനുസരിച്ച് പുറത്തിറങ്ങുമ്പം ഒന്നില്ലേ കുട യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്പ് യൂസ് ചെയ്യണം കേട്ടോ. നല്ല വെള്ളം കുടിക്കണേ. ഇന്നത്തെ നമ്മുടെ വിഷയം അതൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പറഞ്ഞതാണ്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടമാണല്ലേ? എനിക്കും ഇഷ്ടം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം വായിക്കാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായനയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം. അതായത് ഈ തിരക്കേറിയ ദൈനംദിന ജീവിതമല്ലേ നമ്മുടേതൊക്കെ. ആ തിരക്കേറിയ ജീവിതത്തിൽ ഈ വായന നമ്മുടെ കൂടെ എങ്ങനെ കൊണ്ടുപോകാം, ഈസി ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാം കൂടെ തന്നെ എന്നുള്ളതിന് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കുറേ കാര്യങ്ങൾ ഡെയിലി റൂട്ടീൻ ചെയ്യാറില്ലേ. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ബുക്ക് സെലക്ട് ചെയ്തിട്ട് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ ആ വായനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നതാണ് കേട്ടോ. അതിപ്പോ രാത്രിയാണോ പകലാണോ രാവിലെ ആവാം. ചിലർക്ക് രാവിലെയൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഏത് ടൈമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടൈമിലാണ് വായിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഡെയിലി ഒന്ന് ശ്രമിച്ചു നോക്കൂ. രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു നേരം വായിക്കുകയാണെങ്കിൽ നമുക്കത് ഡെയിലി നമ്മൾ ചെയ്യും. നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യാറില്ലേ? അപ്പോൾ അത് ശീലമായില്ലേ? ചെറുപ്പം തൊട്ടേ ചെയ്യുന്നതുകൊണ്ട് അത് ശീലമായില്ലേ? അപ്പോൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് വായനയും നമ്മുടെ കൂടെ അങ്ങോട്ട് വന്നോളും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ലൈബ്രറി സെറ്റ് ചെയ്യുക കേട്ടോ. ലൈബ്രറി സെറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വായിക്കാൻ തോന്നും ഇല്ലേ? എനിക്ക് അങ്ങനെയാണ്. എൻ്റെ അടുത്ത് കുറേ ബുക്കിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അതൊക്കെ ഞാൻ പെട്ടിക്കകത്തേക്ക് വെച്ചേക്കുവാണ്. അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട്. ലൈബ്രറി കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വായിക്കാൻ തോന്നും. അത് ഒരു തവണ വായിച്ചാലും രണ്ട് തവണ വായിച്ചാലും ചില പുസ്തകം നമുക്ക് ഒരിക്കലും എത്ര വായിച്ചാലും മതിയാവില്ല. അതേപോലെ നമുക്ക് ഇഷ്ടംപോലെ വായിക്കാൻ തോന്നും. അപ്പൊ കിട്ടുന്ന ബുക്കൊക്കെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ട് അതിൽ സൂക്ഷിച്ചു വെക്കാം. പിന്നെ ഈ പുസ്തകമേളയില്ലേ, പുസ്തകമേളകളൊക്കെ വില കുറഞ്ഞിട്ട് പുസ്തകങ്ങൾ കിട്ടും. അങ്ങനെ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വാങ്ങി വായിക്കാനും ലൈബ്രറിയിൽ സൂക്ഷിക്കാനൊക്കെ ശ്രമിക്കുക. നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ഇല്ലേ, റൂമിൽ ചിലപ്പോൾ കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഫോൺ നോക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണ് ലൈബ്രറിയിലേക്ക് പോവുക. അപ്പം ആ ടൈമിൽ എന്നാ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലോ എന്നൊരു തോന്നലൊക്കെ വരാറുണ്ട്. എനിക്കൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിലും കൂടി നമ്മൾ ഓട്ടോമാറ്റിക്കലി വായിച്ചു പോകും. അങ്ങനെയും വായനയെ പ്രോത്സാഹിപ്പിക്കാം കേട്ടോ നമുക്ക്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ അമ്മമാര് എവിടെയെങ്കിലൊക്കെ പോകുമ്പം, കുഞ്ഞുവാവകളുള്ള അമ്മമാരില്ലേ, എവിടെയെങ്കിലൊക്കെ പോകുമ്പം അവരുടെ ബാഗില് ആ കുഞ്ഞുവാവയ്ക്ക് വേണ്ട ഒരു വാട്ടർ ബോട്ടില്, പാൽക്കുപ്പി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മസ്റ്റ് ആയിട്ടും ഉണ്ടാവില്ലേ? അതെന്താണ്? അത് അവരുടെ റൂട്ടീനാണ്. ആ കുഞ്ഞ് വലുതാവുന്നവരെ അവരുടെ ബാഗിൽ അത് ഉണ്ടാവും. അതേപോലെ നമ്മൾ എവിടെ പോകുന്നോ ആ നമ്മുടെ ബാഗിൽ ഒരു പുസ്തകം കരുതുക. നമ്മൾ ലാസ്റ്റ് ആയിട്ട് വായിച്ച് പൂർത്തീകരിച്ച് വെച്ചതാണെങ്കിലും അല്ലെങ്കിൽ വായിച്ച് തുടങ്ങുന്ന പുസ്തകമാണെങ്കിലും നമ്മൾ നമ്മുടെ ബാഗിൽ എപ്പോഴും ഒരെണ്ണം, ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും എപ്പോഴും ഒരു ബാഗിൽ, നമ്മൾ കൊണ്ടുപോകുന്ന ബാഗിൽ ഒരു പുസ്തകം വെക്കുക. അതിപ്പോ നമുക്ക് എവിടെയെങ്കിലും പോയി ചിലപ്പം ബസ് കിട്ടിയില്ല അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വരാറില്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പോസ്റ്റ് ആയിരിക്കാറുണ്ട്. ആ പോസ്റ്റ് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒന്നും അറിയില്ല, നമ്മളും ഹാപ്പി, ടൈമും പോവും അല്ലേ? അങ്ങനെയൊക്കെ വായിക്കുമ്പോഴാട്ടോ നമ്മൾക്ക് വായനയോട് ഒരു ഇഷ്ടം തോന്നുക. എനിക്ക് പണ്ട് മുതലേ വായനയും എഴുത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം എഴുതാറുമുണ്ട്. പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്താണെന്നറിയോ, ഗുണം എന്താണെന്നറിയോ? നമുക്ക് മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും, സ്ട്രെസ് കുറയ്ക്കും. അതായത് മൊബൈൽ സ്ക്രീനില്ലേ, അതിൽ നിന്ന് അഡിക്റ്റ് ആവാതിരിക്കാനൊക്കെ നമ്മളെ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ ഒരു പുസ്തക വായന എന്ന് പറയുന്നത്. വായിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചലഞ്ച് ഒക്കെ വെക്കാറില്ലേ? അപ്പൊ ഇത്ര ദിവസം കൊണ്ട്, ഇപ്പൊ 7 ദിവസം കൊണ്ടാണെങ്കിൽ 7 ദിവസം കൊണ്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ 30 days കൊണ്ടൊക്കെ വെയിറ്റ് കുറയ്ക്കും എന്നൊക്കെ ചലഞ്ച് വെക്കാറില്ലേ? അപ്പൊ അതേപോലെ ഒരു മാസം കൊണ്ട് ഞാൻ ഇത്ര പുസ്തകം വായിക്കും. വായന തുടങ്ങുന്ന ആൾക്കാർക്കാട്ടോ.
ഇത്ര പുസ്തകം വായിക്കും എന്നൊരു ചലഞ്ച് വെക്കുക. ആ ചലഞ്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിരിക്കും. അങ്ങനെ ഓരോ മാസം ഒരു ദിവസം ഒരു 10 പേജ് വെച്ചിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മാസം 2 പുസ്തകം വായിക്കാം. അപ്പൊ അങ്ങനെ ചലഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വായന ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വായന ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വായിക്കാൻ ഒരു നല്ല നേരം നോക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോഴാ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട് തൊട്ട് പുറകെ ആണ് എന്നുണ്ടെങ്കിൽ അപ്പൊ തുടങ്ങാം. അല്ലാണ്ട് മാസം 1-ാം തീയതിയോ അല്ലെങ്കിൽ ഇന്ന ദിവസമോ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോ വായിച്ചു തുടങ്ങണമെന്നോ അപ്പോഴാണ് മുന്നോട്ട് ഇറങ്ങേണ്ടത്. നാളത്തേക്ക് വെക്കാൻ ഒരിക്കലും നിൽക്കരുത്. നമ്മൾ എപ്പോ തുടങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പൊ തുടങ്ങാം. ഞാൻ എഴുതിയ ഒരു 4 വരി ഞാൻ പറയാം. വായിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നെങ്കിലും എൻ്റെ വായ്ക്ക് മടിയായിരുന്നു വായിക്കാൻ. മറവിയുടെ കല്ലറയിലേക്ക് എൻ്റെ വായനയെ സംസ്കരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.